ഹായ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നലെ നിങ്ങൾ ഓൺലൈനിൽ ഒരു ഷൂസ് തിരഞ്ഞു. ഇന്നത് ഫേസ്ബുക്ക് തുറന്നപ്പോഴും ഇൻസ്റ്റഗ്രാം തുറന്നപ്പോഴും യൂട്യൂബ് തുറന്നപ്പോഴും അതേ ആഡ് ഇരുന്നു. ഇതെന്തുകൊണ്ടാണ്? ഒരിക്കൽ മാത്രം നോക്കിയ ഒരു സാധനം വെബ്സൈറ്റുകൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ ഫോൺ നിങ്ങളെ ചാരപ്പണി ചെയ്യുകയാണോ? അതോ മറ്റെന്തെങ്കിലും നടക്കുകയാണോ? ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. ലെറ്റ്സ് ഡീകോഡ് ദ ഡിജിറ്റൽ വേൾഡ്. ഞാൻ മിഥുൻ, നിങ്ങൾ കാണുന്നത് വേൾഡ്സ്കോപ്പ് മലയാളം. ഇന്റർനെറ്റിൽ ഓരോ ദിവസവും നമ്മൾ അറിയാത്ത ഒരു പുതിയ സത്യം കണ്ടെത്തുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കുക്കീസ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. ബ്രൗസർ കുക്കീസ് എന്നത് നമ്മൾ കഴിക്കുന്ന കുക്കീസ് അല്ല. ഓക്കെ, ഇത് വളരെ ചെറിയൊരു ഡാറ്റ ഫയൽ ആണ്. ഒരു വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ വെബ്സൈറ്റ് നിങ്ങളുടെ ബ്രൗസറിൽ ചെറിയ വിവരങ്ങൾ സേവ് ചെയ്യുന്നു. അതിനാണ് കുക്കി എന്ന് പറയുന്നത്. എന്താണ് ഇത് ചെയ്യുന്നത്? ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ജിമെയിൽ ലോഗിൻ ചെയ്തു. ഓരോ തവണ ബ്രൗസർ തുറക്കുമ്പോഴും പാസ്വേഡ് ചോദിക്കുന്നില്ലല്ലോ, കാരണം കുക്കി നിങ്ങളുടെ ലോഗിൻ സെക്ഷൻ ഓർത്തുവെക്കുന്നു. മറ്റൊരു ഉദാഹരണം, ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്തു, പിന്നീട് ബ്രൗസർ ക്ലോസ് ചെയ്തു. വൈകുന്നേരം വീണ്ടും അതേ വെബ്സൈറ്റ് തുറന്നപ്പോൾ കാർട്ടിലെ പ്രൊഡക്റ്റ് ഇപ്പോഴും കാണാം. അതും കുക്കീസ് കൊണ്ടാണ്. ഇനി നമ്മുടെ ലാംഗ്വേജ് സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ, ഈ വെബ്സൈറ്റിൽ നിങ്ങൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അടുത്ത തവണ തുറന്നാലും അതേ ലാംഗ്വേജിൽ തന്നെ കാണിക്കും. അതിന് കാരണം കുക്കീസ് ആണ്. അപ്പോൾ കുക്കീസ് മോശമാണോ? അല്ല, നല്ല കാര്യങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വെബ്സൈറ്റ് വേഗത്തിൽ ലോഡ് ചെയ്യാനും ലോഗിൻ വീണ്ടും വീണ്ടും ചെയ്യാതിരിക്കാനും നിങ്ങളുടെ സെറ്റിംഗ്സ് ഓർക്കാനുമാണ് ഇതിന്റെ പ്രധാന ഉപയോഗം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എല്ലാ കുക്കീസും ഒരുപോലെയല്ല. ചില കുക്കീസിനെ ട്രാക്കിംഗ് കുക്കീസ് എന്ന് വിളിക്കും. നിങ്ങൾ സന്ദർശിക്കുന്ന പല വെബ്സൈറ്റുകളിലെ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നോക്കുന്നത് എന്നിവ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് മൊബൈൽ സെർച്ച് ചെയ്താൽ പിന്നീട് എല്ലായിടത്തും മൊബൈൽ അഡ്വർടൈസ്മെന്റ് കാണുന്നത്. ഒരിക്കൽ ഷൂസ് നോക്കിയാൽ ആ ഷൂസ് വീണ്ടും വീണ്ടും കാണുന്നത്. ഇത് മാജിക് അല്ല, കുക്കീസും ഓൺലൈൻ ട്രാക്കിങ്ങും ചേർന്നാണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ട് പേടിക്കണോ? അല്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. സ്വകാര്യത കൂടുതൽ സംരക്ഷിക്കാനായി വിശ്വസനീയമായ വെബ്സൈറ്റുകൾ നോക്കുക. ബ്രൗസർ സെറ്റിംഗ്സിൽ കുക്കീസ് മാനേജ് ചെയ്യാം. ആവശ്യമില്ലാത്ത കുക്കീസ് ഇടയ്ക്കിടെ ക്ലിയർ ചെയ്യാം. പ്രൈവസി പോളിസി വായിക്കുന്ന ശീലവും നല്ലതാണ്. ഓർമ്മിക്കൂ, കുക്കീസ് നിങ്ങളുടെ അനുഭവം എളുപ്പമാക്കുകയും ചെയ്യും. അതേസമയം നിങ്ങൾ ഓൺലൈൻ ആക്ടിവിറ്റിയെക്കുറിച്ച് ചില വിവരങ്ങൾ ശേഖരിക്കാനും ഉപയോഗിക്കപ്പെടാം. ഇന്റർനെറ്റിൽ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ദിവസവും നടക്കുകയാണ്. അവ മനസ്സിലാക്കിയാൽ ഇന്റർനെറ്റ് കൂടുതൽ സുരക്ഷിതമായി ഉപയോഗിക്കാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഈ വിവരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യൂ. ഇനിയും ഇന്റർനെറ്റിന്റെ മറഞ്ഞിരിക്കുന്ന ലോകം അറിയാൻ ഇപ്പോൾ തന്നെ വേൾഡ്സ്കോപ്പ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേ ക്യൂരിയസ്, സ്റ്റേ അവെയർ. ഞാൻ മിഥുൻ, ഇത് വേൾഡ്സ്കോപ്പ് മലയാളം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.